നമ്മുടെ നാട്ടിലൊരു കുട്ടി LLB പഠിക്കണം, വക്കീലാവണം എന്നൊരു ആഗ്രഹം പറഞ്ഞാൽ ആദ്യം ആ കുട്ടി ഫേസ് ചെയ്യാൻ പോകുന്ന ചോദ്യം എന്തായിരിക്കും? ബന്ധുക്കളും മിത്രങ്ങളും അതെന്താ കേസില്ല വക്കീലാകാൻ വേണ്ടിയിട്ടാണോ എന്നായിരിക്കും. അതാണോ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്ക്. എന്തെല്ലാം പ്രോബ്ലംസ് അല്ലേ നമുക്ക് ചുറ്റും? എന്തെല്ലാം പ്രോബ്ലംസാണ്. ഈ പ്രോബ്ലംസ് എല്ലാം എവിടെയാണ് ഒത്തീർപ്പാവുന്നത്? കോടതിയിലാണ്. ചില സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറയാം. ഇന്ത്യയിൽ 47 മില്യൺ കേസുകൾ ഒത്തുതീർപ്പാകാനുണ്ടെന്നാണ് കണക്ക്. എന്ന് വെച്ചാൽ 4.7 കോടി കേസുകൾ ഇന്ത്യയിൽ ഒത്തുതീർപ്പാവാനുണ്ട്. ഇനി അല്ലാതെ ഓരോ ദിവസവും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? നമ്മളൊന്ന് TV കണ്ടാൽ അല്ലെങ്കിൽ പത്രങ്ങൾ വായിച്ചാൽ നമുക്കറിയാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ. ആ പ്രശ്നങ്ങൾ ഇപ്പം പുതിയ പുതിയ പ്രശ്നങ്ങളുണ്ട് അല്ലേ. ഇപ്പം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഇപ്പം ഒരാളുടെ കഥയെ വേറൊരാൾ മോട്ടിക്കുന്നു എന്ന് പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഒരാളുണ്ടാക്കിയ ഒരു കണ്ടുപിടുത്തം വേറൊരാൾ അടിച്ചു മാറ്റുന്നു, പ്ലാഗിരിസം എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ. പിന്നെ ഉള്ളത് സൈബർ സെക്യൂരിറ്റി അല്ലേ. ഇപ്പോൾ ഒരുപാട് സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. ബാങ്കിനകത്തൊക്കെ ഉള്ള കാശ് കിട്ടാതെ പോകുന്നുണ്ട് ആൾക്കാർക്ക്. പലപ്പോഴും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നഷ്ടങ്ങൾ ആൾക്കാർക്ക് സംഭവിക്കുന്നുണ്ട്. പിന്നെ സിവിൽ ക്രിമിനൽ ലോസ് ധാരാളമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്രിമിനലുകൾ പുറത്ത് നിൽക്കാനുള്ള കാരണവും നല്ല ക്രിമിനൽ ലോയേഴ്സ് ഉള്ളതുകൊണ്ടാണ് അല്ലേ. ഇപ്പം ഒരു ലോയർ ക്യാൻ ബി ആൻ ഏഞ്ചൽസ് അഡ്വക്കേറ്റ് ഓർ ഡെവിൾസ് അഡ്വക്കേറ്റ്. അപ്പം അതൊരാളിൻ്റെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ മിടുക്കന്മാരെന്നറിയപ്പെടുന്ന പല വക്കീലന്മാരും ക്രിമിനൽ ലോയേഴ്സാണ്. അവർ ക്രിമിനൽസിനെ സഹായിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഒരു നീതിപീഠത്തിൻ്റെ ഒരു പറച്ചിൽ തന്നെ അതല്ലേ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ്. അപ്പോൾ നിരപരാധി ശിക്ഷിക്കപ്പെടുന്നില്ലായിരിക്കും, പക്ഷേ കുറ്റവാളികൾ പലപ്പോഴും രക്ഷപ്പെടുന്നുണ്ട്. അതാണ് ആ പ്രൊഫഷൻ്റെ ഒരു 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 പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഒരു ദിവസം എന്തുമാത്രം പുതിയ കേസുകൾ! ഇപ്പം തന്നെ നമുക്ക് ഓൾറെഡി 47 മില്യൺ കേസുകൾ ഒത്തുതീർപ്പാക്കാനുണ്ട്. അപ്പം മിടുക്കരായിട്ടുള്ള വക്കീലന്മാർക്ക്, ലീഗൽ പ്രൊഫഷണൽസിന് നമ്മുടെ നാട്ടിൽ യാതൊരു അവസരങ്ങളുടെ കുറവുമില്ല എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചിട്ട് എല്ലാവർക്കും ലോ പഠിച്ച് നല്ല ലോയേഴ്സ് ആവാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയും പോലെ ഏത് ജോലി ചെയ്യാനും അതിനേതായിട്ടുള്ളൊരു അഭിരുചി വേണം, ഒരു താല്പര്യം വേണം, ഒരു പേഴ്സണാലിറ്റി വേണം. ലോയർ ആവാൻ എന്തൊക്കെയാണ് വേണ്ടത്? ഒന്ന്, വളരെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ. തീർച്ചയായിട്ടും ലോ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ജോബാണ്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാചകം അടിക്കുന്ന കാര്യങ്ങളല്ല. കാര്യങ്ങൾ ലോജിക്കലി സയൻറ്റിഫിക്കലി റീസണിങ് ആയിട്ട് പറയാനുള്ള, ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള, ലോജിക്കലി ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റുന്ന കമ്മ്യൂണിക്കേഷൻ. അല്ലാതെ വെറുതെ സിനിമയെ കാണുമ്പോൾ ഡയലോഗ് അടിക്കുന്നതല്ല വക്കീലെന്ന് പറഞ്ഞാൽ. നമ്മളൊരു കാര്യം ഒരു ലീഗൽ അതോറിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായി ഇത് പഠിച്ച് ലോജിക്കലിയും സയൻറ്റിഫിക്കലിയും ഫാക്ച്വലിയും നമുക്കതിനെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ഒരു കേസ് വിജയിക്കാൻ പറ്റൂ. അപ്പോൾ അതാണ് കമ്മ്യൂണിക്കേഷൻ, അല്ലാതെ സിനിമയിൽ കാണുന്ന വക്കീലന്മാരുടെ കമ്മ്യൂണിക്കേഷൻ അല്ല. പിന്നെ ഉള്ളത് ഒരു സിവിൽ കേസുകളുണ്ട് ഒരുപാട്. പിന്നെ ഇപ്പം ധാരാളം മാരേജ് ഡിസ്പ്യൂട്ട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്തൊക്കെ സ്കില്ലാണ് വേണ്ടതെന്നാണ്. അപ്പോൾ ആദ്യത്തേത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. രണ്ടാമത് ഇപ്പോൾ അനലിറ്റിക്കൽ എബിലിറ്റിയാണ്. ഇപ്പം ഈവൻ ഡാറ്റ അനാലിസിസ് പോലും ഒരു വക്കീലിന് ഇന്ന് ടെക്നോളജി നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാര്യം അവർക്ക് ഒരു കേസിൻ്റെ ഒരു പഴയ കേസിൻ്റെ ഒരു സ്വഭാവമൊക്കെ വേഗം തന്നെ അവർക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് വേഗം കൺക്ലൂഷനിലെത്താൻ കഴിയുന്നൊരവസ്ഥയെന്നുണ്ട് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി. അവിടെയും അത് നന്നായിട്ട് ഡേറ്റാ സയൻസും മെഷീൻ ലേണിംഗ് ഒക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന വക്കീലന്മാർ എത്രയും വേഗം അവർ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അവർക്ക് പണ്ട് നടന്ന അത്തരം ഒരു കേസിനെ വീണ്ടും അവർക്കത് മനസ്സിലാക്കിയിട്ട് വേഗം തന്നെ കൺക്ലൂഷനിലെത്താൻ പറ്റും. ഒരു കാര്യം പണ്ട് നടന്നത് എങ്ങനെയാണ്, അന്ന് അതിനെന്ത് സൊല്യൂഷനാണ് കോടതി നൽകിയതെന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പുതിയ കേസ് വാദിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതൊക്കെ നല്ല റിസർച്ച് സ്കില്ലുള്ള, ടെക്നോളജി നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഇന്ന് ഒരുപാട് സോഫ്റ്റ്വെയറുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ളത്. പിന്നെ ഒരു വക്കീലിൻ്റെ ഏറ്റവും വലിയ കഴിവെന്ന് വെച്ചാൽ നെഗോഷിയേഷൻ സ്കില്ലാണ്. ഒരു കാര്യം പലപ്പോഴും പല കേസുകളും കോടതിക്ക് വെളിയിൽ തീർപ്പാവാറുണ്ട്. അത് നെഗോഷിയേറ്റ് ചെയ്യുക, പരം ഒരു വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. രണ്ട് പാർട്ടിക്കും നഷ്ടമില്ലാത്ത രീതിയിൽ ഒരു കാര്യം നെഗോഷിയേറ്റ് ചെയ്ത് ഒരു കാര്യത്തെ നമ്മൾ അല്ലെങ്കിൽ വളരെ നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് നമ്മുടെ പാർട്ടിക്ക് അനുകൂലമായിട്ട് കേസിന് വിധി ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു കഴിവാണ്. പിന്നെ പെർസ്വേഡിങ് സ്കിൽ, ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാനുള്ള, ആൾക്കാരെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കാനുള്ള കഴിവ്, അങ്ങനെ പിന്നെ നല്ല ജനറൽ നോളജ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോ സ്കൂൾസ് എന്ന് പറയുന്നത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസാണ്.
അപ്പോൾ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ഏകദേശം 25 ഉണ്ട്. അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരൊരു ടെസ്റ്റ് ഉണ്ട്, ക്ലാറ്റ് എന്ന് പറയുന്നത്. ആ ക്ലാറ്റ് പാസ്സാവണമെങ്കിൽ നമ്മൾ കണക്ക് നല്ലതായിരിക്കണം, ഇംഗ്ലീഷ് വളരെ നല്ലതായിരിക്കണം, പിന്നെ നല്ല ജനറൽ നോളജും ലോജിക്കൽ തിങ്കിങ്ങും ഒരു ലീഗൽ ആപ്റ്റിറ്റ്യൂഡും ഉണ്ടായിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് വളരെ നല്ലതായിരിക്കണം. കാര്യം നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ റിട്ടൺ ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ നന്നായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ഒരു ലീഗൽ ഡോക്യുമെൻറ്റേഷനൊക്കെ വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അത്തരം കഴിവുകളുള്ള ആൾക്കാരാണ് വക്കീലന്മാരായി ശോഭിക്കുക. പിന്നെ കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ആദ്യത്തെ ഒരു ടോപ്പ് 10 ഇന്ത്യൻ ലോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ തന്നെ 10-15 ലക്ഷം ആവറേജ് സാലറി കിട്ടുന്ന ഒരു കരിയറിനകത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഭാവിയിൽ അവരെല്ലാവരും വളരെ വലിയ സാമ്പത്തിക ശേഷി ഉണ്ടാക്കുന്ന പ്രൊഫഷണൽസായി മാറും. ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും അധികം സമ്പത്തുണ്ടാക്കുന്ന ഒരു പ്രൊഫഷനാണ് വക്കീലന്മാരെന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മുടെ സുപ്രീം കോർട്ടിലും ഹൈക്കോർട്ടിലും ഒക്കെ 100 crore ക്ലബ്, 50 crore ക്ലബ് എന്നൊക്കെ പറയുന്ന വക്കീലന്മാരുടെ ക്ലബ്ബുകളുണ്ട്. അവിടെ അവരുടെ ലോ ഫേംസ് ഒരു വർഷം ഏകദേശം 100 കോടിയുടെയൊക്കെ ടേൺ ഓവർ നടത്തുന്ന പ്രൊഫഷണൽ ഓർഗനൈസേഷൻസാണ്. അവരൊക്കെയാണ് ഈ NLU പഠിക്കുന്ന കുട്ടികളെ എംപ്ലോയ് ചെയ്യുന്നത്, 10-15 ലക്ഷം പെർ ആനം കൊടുത്ത് കൊണ്ടുപോകുന്നത്. പിന്നെ മിടുക്കന്മാർ സ്വന്തമായിട്ട് ലോ ഫേംസ് തുടങ്ങുകയും അവരേതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയ്ക്കകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യും. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലൈറ്റോ, കോർപ്പറേറ്റ് ലോയോ, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിയോ, ലിറ്റിഗേഷനോ, ക്രിമിനൽ ലോയോ, സിവിൽ ലോയോ, ഏതെങ്കിലും ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ദേ വിൽ സോൾവ് ദ ഡിസ്പ്യൂട്ട്സ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും വക്കീലന്മാർക്ക് ഉണ്ടാകേണ്ട കഴിവ്. അപ്പോൾ ഒരിക്കലും ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മോശം പ്രൊഫഷനല്ല. നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ ക്ലാറ്റ് എന്ന പരീക്ഷ എഴുതിയിട്ട് അഡ്മിഷൻ വാങ്ങുന്നത്. കേരളത്തിലാണെങ്കിൽ അത് ക്ലീ എന്ന് പറയുന്ന ഒരു പരീക്ഷയാണ്, കേരള ലീഗൽ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ നമ്മുടെ ഫാക്കൽറ്റി ഓഫ് ലോ എന്ന് പറഞ്ഞിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു കോളേജുണ്ട്. അല്ലാതെ സിംബിയോസിസ്, ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്ന ചില നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അപ്പം നമ്മളൊരു കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്താണ്, ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഉണ്ടോ, എങ്ങനെയുള്ള ലോ ഫേംസാണ് അവിടെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിന് വരുന്നത്. ലോ ഫേംസ് മാത്രമല്ല, കോർപ്പറേറ്റ് ഹൗസസും ലോ കോളേജുകളിൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടത്താൻ വരാറുണ്ട്. എന്തിനാണ് കോർപ്പറേറ്റ് ഹൗസ്? അവർക്ക് ഒരുപാട് ലീഗൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ട്, അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡോക്യുമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഇപ്പം എംപ്ലോയി ലോ ഉണ്ട് അല്ലേ, ഇപ്പം ഈ വർക്കേഴ്സിൻ്റെ ഡിസ്പ്യൂട്ട്സ്, അവളുടെ എല്ലായിടത്തും ലോയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാര്യം ഇന്ത്യ മഹാരാജ്യം 142 കോടിയുള്ള ഒരു വലിയ രാജ്യം ഭരിക്കുന്നത് ഒരു ബുക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യക്കകത്തുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ എല്ലാ നിറ്റിഗ്രിറ്റീസും വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളെന്ന് വെച്ചാൽ അയാൾ എല്ലായിടത്തും വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഒരു പൊളിറ്റീഷ്യൻസിന് വേണ്ടപ്പെട്ട ആളാണ്, കോർപ്പറേറ്റ് ഹൗസസിന് വേണ്ടപ്പെട്ട ആളെ, വ്യക്തികൾക്ക് വേണ്ടപ്പെട്ട ആളെ. ലോകത്തെ എല്ലായിടത്തും ഒരു കാര്യം ലീഗലി കറക്റ്റ് ആവണമെങ്കിൽ നല്ല ലീഗൽ പ്രൊഫഷണൽസ് ഉണ്ടാവണം. അപ്പോൾ നല്ല ഡെഡിക്കേഷനോടുകൂടി നന്നായിട്ട് പഠിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയൊക്കെ നന്നായിട്ട് അരച്ച് കലക്കി കുടിച്ച് വളരെ നന്നായിട്ട് ജനറൽ നോളജൊക്കെ ഉണ്ടാക്കി, പിന്നെ വലിയ ബന്ധങ്ങളാണ് ഇത്തരം വക്കീലന്മാർക്കുള്ളത്, വലിയ ബന്ധങ്ങളാണ്. പിന്നെ നമ്മളെ തന്നെ മലയാളിയായിട്ടുള്ള KK വേണുഗോപാൽ സാർ, ഇപ്പം അദ്ദേഹമൊക്കെ വളരെ വലിയ ലോയറാണ്, നമ്മുടെ സോളിസിറ്റർ ജനറലായിരുന്നു, പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. ഇപ്പം ഫാലിയസ് നരിമാൻ എന്ന് പറയുന്ന, അങ്ങനെ ഒരുപാട് കപിൽ സിബൽ എന്നൊക്കെ പറയുന്ന വക്കീലന്മാർ, അവരൊക്കെ ഈ 100 crore ക്ലബിലുള്ള ആൾക്കാരാണ്. രാംജത്ത് മലാനി പോലത്തെ ആൾക്കാരൊക്കെ 100 crore ക്ലബിലുള്ള വലിയ വക്കീലന്മാരാണ്, വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്. പത്മഭൂഷണും പത്മവിഭൂഷണും ഒക്കെ നൽകി രാജ്യം ആദരിച്ചിട്ടുള്ള വക്കീലന്മാരാണ്. അവരുടെ എല്ലാം വളരെ വലിയ ഫീസുമാണ് വാങ്ങുന്നത്. ഒരു സിറ്റിങ്ങിന് തന്നെ, ഒരു അപ്പിയറൻസിന് തന്നെ 5 മുതൽ 15 ലക്ഷത്തിൻ്റെ മുകളിൽ വാങ്ങുന്ന ഒരുപാട് വലിയ വക്കീലന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ ലോയേഴ്സ് ആർ ലീഡേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കിയാൽ നമ്മുടെ ഗാന്ധിജിയും നെഹ്റുവും ഒബാമയും എല്ലാം, അങ്ങനെ ലോകത്തുള്ള ഏത് നേതാക്കന്മാരെടുത്താലും അവരെല്ലാവരും ലോയാണ് പഠിച്ചിരിക്കുന്നത്. ഇപ്പം ലോയേഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ് നിർവഹിക്കാൻ കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ നല്ലവണ്ണം എന്താണ് എൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ്, നിയമം എന്താണെന്ന് അറിയുന്നവർക്ക് മാത്രമേ നല്ല ലീഡേഴ്സ് ആകാൻ പറ്റത്തുള്ളൂ. അപ്പം തീർച്ചയായിട്ടും എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ നമ്മൾ IIT-യിലും
MBBS ഒക്കെ പഠിക്കുന്ന എഞ്ചിനീയേഴ്സും മെഡിക്കൽ സയൻസും ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള കുട്ടികൾ പലപ്പോഴും ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന പിള്ളേരായിരിക്കും. കാര്യം ഒരു 10-17 വയസ്സാകുമ്പം അവർ കയറി ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഒരു 5 വർഷത്തെ ഒരു BA LLBയോ BB LLBയോ ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ അവർ നിയമം അറിയുന്ന ഒരു പ്രൊഫഷണൽസായിട്ട് ചെറുപ്പക്കാർ പുറത്തു വരികയാണ്. അപ്പോൾ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ വർക്ക്ഷോപ്സും മൂഡ് കോഴ്സും ഒക്കെ അറ്റൻഡ് ചെയ്ത് ഭയങ്കര മിടുക്കന്മാരായിട്ട് അവർ പുറത്തു വരുന്നത്. ഇപ്പം വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരെല്ലാവരും. അവരാരും സിവിൽ സർവീസോ അങ്ങനെയുള്ള പരീക്ഷയൊന്നും എഴുതാൻ പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വളരെ അപൂർവമാണ് അത്തരം കുട്ടികൾ ആ പരീക്ഷകളൊക്കെ എഴുതുന്നവരും. ദേ ആർ വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ദം. അവർക്ക് എന്ത് ചെയ്യണമെന്ന് വളരെ നന്നായിട്ട് അറിയാം. അവർക്ക് ഈ പ്രൊഫഷൻ്റെ വാല്യൂ അറിയാം, ഈ പ്രൊഫഷൻ്റെ വലിപ്പം അറിയാം. അപ്പോൾ ദയവായി വക്കീലന്മാരെന്ന് പറഞ്ഞാൽ കേസിലെ വക്കീലന്മാരല്ല, വളരെ വലിയ ഹൈലി ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള റിച്ചായിട്ടുള്ള ഒരുപാട് ജനസേവനം ചെയ്യാൻ കഴിയുന്ന ഒരുപാട് നന്മകൾ നാട്ടിന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്രൊഫഷനാണ് ലീഗൽ പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള അഭിരുചിയും പേഴ്സണാലിറ്റിയും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു നല്ല പ്രൊഫഷനാണ് LLB എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഞാനിപ്പോൾ ഇവിടെ പറയുന്നു, പ്രവീൺ കമ്മലമ്മ. See you again with another video. Please subscribe my channel. Thank you so much.